നമുക്കൊരു സങ്കടം വന്നാൽ ഒന്ന് ആശ്വസിപ്പിക്കാനോ ഒന്നും മിണ്ടിയില്ലെങ്കിൽ കൂടി ഒരു നോട്ടം കൊണ്ടെങ്കിലും താങ്ങാവാനോ ഒരാളുണ്ടാവുക എന്നത് വലിയൊരു കാര്യമാണ്. വിദ്വേഷവും വെറുപ്പും ഈഗോയും ഒക്കെ മനസ്സിൽ കൊണ്ട് നടക്കുന്ന മനുഷ്യരിൽ നിന്ന് ആശ്വാസം എന്നത് പ്രതീക്ഷിക്കുകയേ വേണ്ട. അവർ നമ്മളെ മാനസികമായി തളർത്താനേ നോക്കൂ. ഒരു നോക്കിനാൽ പോലും പിന്തുണ തേടേണ്ടതില്ല, കിട്ടില്ല. എന്നാൽ നമ്മുടെ മനസ്സ് വിഷമിച്ചിരിക്കുന്ന സമയം അടുത്ത് വന്ന് പാദത്തിൽ മുട്ടിയുരുമി നിശബ്ദമായി ഒരു നോട്ടം കൊണ്ട് പറയാതെ പറയും, ഞാനുണ്ട് കൂടെ, ധൈര്യമായിരിക്കൂ. അമ്മ വിഷമിച്ചാൽ എനിക്കും വിഷമം വരും. അങ്ങനെ നമ്മുടെ കാഴ്ചവട്ടിൽ ചുരുണ്ടുകൂടുന്ന ചിലരുണ്ട്. ഹൃദയത്തിൻ്റെ ഭാഷ അറിയുന്ന ചില മാലാഖമാർ, സ്നേഹിക്കാൻ മാത്രം അറിയുന്ന കുഞ്ഞു ഹൃദയമുള്ള ദൈവത്തിൻ്റെ വരദാനം കിട്ടിയ ചില ദേവദൂതന്മാർ. അതെ, ഇത് ശക്തൻ്റെ കഥ. കുഞ്ഞാറ്റ എന്ന കുഞ്ചു, ശക്തനായ കഥ, ശക്തരിൽ ശക്തനായ കഥ. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങളിൽ പലർക്കും ദഹിക്കത്തില്ല. പല വിമർശനങ്ങളും ഉണ്ടായേക്കാം. അതിനു മുമ്പ് ആ മോശം സാഹചര്യത്തിലേക്ക് ഞാൻ എത്തിയതിൻ്റെ കാരണം പറയാം. ശക്തനെ ഞാൻ എന്നിൽ നിന്നും പൂർണ്ണമായി ഒഴിവാക്കാൻ നോക്കിയതല്ല. ഒരു 6 മാസം അവൻ കൂട്ടുകാരോടൊക്കെ ഒപ്പം നിന്ന് അവരുമായി ഇടപഴകി സ്വഭാവത്തിനൊക്കെ ഒരു മാറ്റം വരട്ടെ, എന്നിട്ട് അവനെ തിരികെ കൊണ്ടുവരാം. കൂട്ടത്തിലൊരു പെണ്ണിനെ കൂടി അവന് സെറ്റാക്കി കൊടുക്കണം. മതിലും കയറ്റുമുള്ളൊരു വീട് വാടകയ്ക്ക് എടുക്കണം. അതിനൊക്കെ ഒരു ജോലി വേണം. ജോലി ഉണ്ടെങ്കിലേ വീടെടുക്കാൻ പറ്റൂ. എങ്കിലും 2 പേരെയും കൂടി അവിടെ ഇട്ടിട്ട് എനിക്ക് ജോലിക്ക് പോകാൻ പറ്റും. ഇതൊക്കെ ആയിരുന്നു എൻ്റെ സ്വപ്നം. പക്ഷേ മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നം പോലെ ആയിപ്പോയി. ശക്തനോട് ഞാൻ നാളെ കൂടെ മോനിവിടെ ഉള്ളല്ലോ എന്ന് പറഞ്ഞപ്പോൾ മുതൽ അവനിലൊരു മാറ്റം. ആകെ വിഷമിച്ച് ഒന്ന് ഉറക്കം കുരയ്ക്കുന്നത് കൂടിയില്ല. എപ്പോഴും ഒരേ കിടപ്പ് തന്നെ, ആഹാരം കഴിക്കുന്നില്ല, ആകെ വിഷമം. ശനിയാഴ്ച രാവിലെ ആയിട്ടും കുഞ്ഞിൻ്റെ സങ്കടം മാറുന്നില്ല. കണ്ടിട്ട് എനിക്ക് വല്ലാത്ത പ്രയാസം. ഞാൻ മോനോട് പറഞ്ഞപ്പോൾ അവനും പറഞ്ഞു, അമ്മയെ കൊണ്ടുപോകണ്ടമ്മേ, അവനെ വിടണ്ട, ഇതൊക്കെ അങ്ങ് മാറും, അവനിവിടെ നിന്നോട്ടമ്മേ. ശരിയാണ്, ഒരു ദിവസം ഒരു 100 തവണയെങ്കിലും അവനെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുന്നതാ. ഇവനെ ഒന്ന് കാണാതെ തൊടാതെ എങ്ങനെ ഇരിക്കും ഇവിടെ? വേണ്ട, എൻ്റെ കുഞ്ഞിനെ കൊടുക്കുന്നില്ല. അപ്പം തന്നെ ഞാൻ ഫോൺ എടുത്ത് ഷെൽട്ടറിൽ വിളിച്ച് പറഞ്ഞു വരുന്നില്ലെന്ന്. ഒരത്ഭുതം പോലെയായിരുന്നു പിന്നെ കുഞ്ഞിൻ്റെ പെരുമാറ്റം. അതുവരെ വിഷമിച്ച് കിടന്നവന് സന്തോഷത്തോടെ ചാടി എഴുന്നേക്കുന്നു, കളിയും ചിരിയും ഒക്കെ ആയി. എങ്ങനെ മനസ്സിലാകുന്നു അവന് ഈ ഭാഷയൊക്കെ? ആഹാരം കഴിക്കുന്നു, ഡീസൻ്റ് പയ്യൻ. പിന്നെ ഒരാഴ്ചത്തേക്ക് കുഞ്ഞ് ഭയങ്കര ഡീസൻ്റായിരുന്നു. ഒരാഴ്ച കഴിഞ്ഞ് ദാ കിടക്കുന്നു മുമ്പത്തേതിൻ്റെ ബാക്കി. പിന്നെയും ചങ്കരൻ തെങ്ങയിൽ. വീണ്ടും ഉറക്കമില്ലാത്ത ദിവസങ്ങൾ. ഒരു ദിവസം രാത്രി വല്ലാത്ത മുടയായിരുന്നു. ഒന്നിരിക്കാൻ പോലും അവൻ സമ്മതിക്കുന്നില്ല. ഡോറടച്ചാൽ അപ്പം തുടങ്ങും ഓരിയിടാൻ. കതവ് തുറന്ന് വെളിയിലിട്ടാലും ഓരിയിടൽ. നാട്ടുകാരെയും കിടത്തത്തില്ല. കയറ് കടിച്ച് മുറിച്ചങ്ങ് പോകാൻ നോക്കുവാണ്. അകത്തോട്ട് കയറുന്നില്ല. ഭയങ്കര വാശി. എന്നാൽ പോട്ടെ, അഴിച്ചു വിടാൻ, നീ പോയിട്ട് വാ, മുറിവോ ചതവോ ഒക്കെ ആയിട്ട് വന്നാലും ഞാൻ ചികിത്സിച്ചോളാം എന്ന് പറഞ്ഞപ്പോൾ വീട്ടിൽ ആരും ഒട്ട് സമ്മതിക്കത്തില്ല. പുറത്ത് പോയി മറ്റുള്ള പട്ടിയുടെ കൂടൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ വന്നാൽ വീട്ടിൽ കയറ്റത്തില്ലെന്ന് ഇവിടുത്തെ ഡാഡി. അവരുടെയൊക്കെ വിചാരം പുറത്തുള്ള ഡോഗ്സിനെല്ലാം പേ പിടിച്ച് നടക്കുന്നതാണ്. ഇവൻ അവരുടെ കൂടെ പോയിട്ട് വന്നാൽ ഇവനും പേ പിടിക്കും. പിന്നെ ഇവനെ വീട്ടിൽ കയറ്റാൻ കൊള്ളില്ല. എനിക്കാണെങ്കിൽ ഈ ശക്തനെ പിന്നെയും പറഞ്ഞ് മനസ്സിലാക്കാം. പക്ഷേ എൻ്റെ ഭർത്താവിനെയും പുള്ളിയുടെ അച്ഛനെയും അമ്മയും ഒക്കെ ഉണ്ടല്ലോ, ഒരു തരത്തിലും പറഞ്ഞ് മനസ്സിലാക്കിക്കാൻ പറ്റത്തില്ല. അവർ പിടിച്ച മുയലിന് 4 കൊമ്പെന്നും പറഞ്ഞ് അവർ നിന്നാൽ അത് സമ്മതിച്ച് കൊടുക്കുക നിവർത്തിയുള്ളൂ. അതല്ല, അങ്ങനെയല്ല, ഇങ്ങനെയാണെന്ന് പറഞ്ഞു പോയാൽ പിന്നെ ഇവിടെ യുദ്ധമാണ്, യുദ്ധം. അതുകൊണ്ട് ഈ കുഞ്ഞിനെ എനിക്കൊന്ന് വിടാനും പറ്റത്തില്ല, വിടാതിരിക്കാനും ഒക്കുന്നില്ല. ഞാൻ ആകെ പെട്ടുപോയി. അന്ന് രാത്രി ഈ വീട്ടിൽ ഒരാളെ അവൻ ഉറങ്ങാൻ സമ്മതിച്ചില്ല. ഇതിനിടയ്ക്ക് പലതവണ വടിയെടുത്തവനെ അടിക്കാൻ വന്നു ഡാഡി. ആ അടിയൊക്കെ ഇവനെ പൊതിഞ്ഞു പിടിച്ച് ഞാനാണ് വാങ്ങിയത്. വെളുപ്പിനെ ഒരു 4 മണിയൊക്കെ ആയപ്പോഴത്തേക്കിന് അങ്ങേര് പറയുവാ, നേരം വെളുത്താൽ ഉടനെ ഇവനെ വണ്ടിയെ കയറ്റി ദൂരെ എവിടെയെങ്കിലും കൊണ്ട് കളയുമെന്ന്. ഒരു ദിവസം ഉറക്കം നഷ്ടപ്പെട്ടപ്പോൾ അവർ പറഞ്ഞതാണ്. അപ്പോൾ മാസങ്ങളായിട്ട് ഉറങ്ങാതിരിക്കുന്ന ഞാൻ എന്ത് പറയാനാണ്? വീണ്ടും വീണ്ടും അത് തന്നെ പറയുക, ഇവനെ കൊണ്ട് കളയുമെന്ന്. ഏതാണ്ട് തീരുമാനിച്ചുറപ്പിച്ച പോലെ പറയുക. ശല്യം ഉറങ്ങാൻ പറ്റുന്നില്ലെന്ന്. എൻ്റെ ക്ഷമയുടെ നെല്ലിപ്പലകയും കണ്ട് ഞാൻ. ഇക്കണ്ട രാത്രികളൊക്കെ ഉറങ്ങാതിരിക്കുന്ന ഞാൻ എന്ത് പറയണം? എനിക്കെൻ്റെ ദേഷ്യം വന്നു. എൻ്റെ കുഞ്ഞിനെ എങ്ങും കൊണ്ട് കളയാൻ ഞാൻ സമ്മതിക്കത്തില്ലെന്ന് പറഞ്ഞു. ആ കാണാം എന്ന് പറഞ്ഞ് അങ്ങനെ എന്നെ വെല്ലുവിളിച്ചു. ഞങ്ങൾ തമ്മിൽ മുട്ടം വഴക്കായി. ഈ കുഞ്ഞ് തെരുവിൽ ആഹാരമില്ലാതെ നാട്ടുകാരുടെ ഏറുകൊണ്ട് കഴിയുന്നത് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്ന കാര്യമല്ല. അതിലും ഭേദം ഷെൽട്ടർ തന്നെയാണ്. അപ്പോൾ എനിക്ക് തോന്നി ഇവനെ അങ്ങ് വിട്ടേക്കാം. നേരം വെളുത്തപ്പോൾ ഞാൻ ഡിമോറയിൽ വിളിച്ചു. അന്നൊരു വെള്ളിയാഴ്ചയായിരുന്നു. നാളെ നിങ്ങളുടെ വണ്ടിയുണ്ടോ, പന്തളത്തൂടെ വരുന്നുണ്ടോ എന്ന് ചോദിച്ചു. നാളെ ഇല്ല, ഇന്ന് രാവിലെ 7:15 പന്തളത്ത് വണ്ടി എത്തും. അപ്പോൾ തന്നെ സമയം 6 മണിയായി. ഞാൻ വേഗം തന്നെ അവന് കഴിക്കാനുള്ള ആഹാരം ഉണ്ടാക്കി
എൻ്റെ മനസ്സ് മാറും മുന്നേ അവനെ കൊണ്ടുപോകണം, ഇല്ലെങ്കിൽ ഇവനെ എവിടെയെങ്കിലും കൊണ്ട് കളയുമെന്ന് തന്നെ ഞാൻ പേടിച്ചു. എൻ്റെ മനസ്സ് അങ്ങനെ പറഞ്ഞ്. ആഹാരം ഉണ്ടാക്കി കൊടുത്തിട്ട് കുഞ്ഞ് കഴിച്ചില്ല. അവൻ ചോദിക്കാതെ കൊടുത്താൽ അവൻ കഴിക്കത്തില്ല. അല്ലെങ്കിൽ തന്നെ ആഹാരം കഴിപ്പൊന്നുമില്ല. തെരുവിൽ പട്ടിണി കിടക്കുന്ന കുഞ്ഞുങ്ങളെ കാട്ടി കഷ്ടമാണ് അവസ്ഥ. ഞാൻ പെട്ടെന്ന് ചെന്ന് അപ്പുറത്തെ വീട്ടിലെ ചേട്ടൻ്റെ ഓട്ടോ വിളിച്ച്. 7 മണിയായപ്പോൾ ഓട്ടോ വന്ന് എൻ്റെ കൂടെ സന്തോഷത്തോടെ വന്ന് ഓട്ടോയിൽ കയറി. എൻ്റെ ചങ്ക് പിടഞ്ഞ് ഞാനും അവനും കൂടി എങ്ങോ യാത്ര പോവുകയാണെന്ന് കരുതിയാണ് കുഞ്ഞ് വന്ന് കയറിയത്. പന്തളത്ത് ഞങ്ങൾ ചെന്ന് ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഡിമോറ വന്നു. അവിടെ എല്ലാം നടന്ന പനിനീര് തളിക്കുമായിരുന്നു, ആ റോഡിലില്ല. അവർക്ക് കാശ് കൊടുത്തു. കുഞ്ഞിനെ എടുത്ത് വണ്ടിയിലിരുത്താൻ പറഞ്ഞു. എൻ്റെ ഹൃദയം പൊട്ടും പോലെ. എന്നാലും ഞാൻ സ്വയം സമാധാനിച്ചു. ഞാനിഞ്ഞ് തിരികെ കൊണ്ടുവരുമല്ലോ. വണ്ടിക്കുള്ളിൽ ഒരു കൂടാണ്. ഞാനെടുത്ത് ആ കൂട്ടിലിരുത്തി. ലീഷോടുകൂടി അതിൽ വെച്ചപ്പോൾ എന്നെ ഒരു നോട്ടം നോക്കുന്നത് കണ്ട്. ആ മുഖത്തോട്ട് നോക്കാനുള്ള ത്രാണി എനിക്കില്ലായിരുന്നു. എന്തോ വിലപ്പെട്ട ഒന്ന് നഷ്ടപ്പെട്ടു പോകുന്നൊരു ഹൃദയവേദന. ഒരു നായക്കുഞ്ഞിനെ നമ്മൾ വളർത്തുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട പല കാര്യങ്ങളും അറിയാതെ പോയതുകൊണ്ട് വന്നുപോയൊരു സിറ്റുവേഷനായിരുന്നു അത്. അപ്പോഴും എനിക്കറിയില്ല എന്ത് ചെയ്യണമെന്ന്. ഡോറടയ്ക്കുന്ന സമയത്തും എൻ്റെ കുഞ്ഞെന്നെ ഒരു നോട്ടം നോക്കി. വല്ലാത്തൊരു നിസ്സഹായാവസ്ഥ. എന്തോ പൊറുക്കാൻ പാടില്ലാത്തൊരു തെറ്റാണ് ഞാൻ ചെയ്യുന്നതെന്ന്. പക്ഷേ ആ തെറ്റിൽ നിന്ന് പുറത്ത് കടക്കാൻ എനിക്ക് യാതൊരു നിവൃത്തിയില്ല. കാലിൽ ചങ്ങല മുറുകിയതുപോലെ. അപ്പോൾ എൻ്റെ കുഞ്ഞിന് തോന്നിക്കാണും അവനെ ഞാൻ ഉപേക്ഷിക്കുവാണെന്ന്. ഡോറടച്ച് അവനെയും കൊണ്ട് ആ വണ്ടി കടന്നു പോകുമ്പോൾ ഒന്ന് ആർത്തലച്ച് കരയാനാണ് എനിക്ക് തോന്നിയത്. ഞാൻ പെട്ടെന്ന് ഓട്ടോയിൽ കയറിയിട്ട് ചേട്ടാ വേഗം എന്നെ വീട്ടിൽ കൊണ്ടാക്കാൻ പറഞ്ഞു. വീട്ടിൽ വന്ന ഉടനെ വേഗത്തിലൊരു കുളി കുളിച്ചു. കയ്യിൽ കിട്ടിയൊരു ചുരിദാറും എടുത്ത് ബാഗിൽ വെച്ച് മോനോട് പറഞ്ഞ്, മോനെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല, എന്തെങ്കിലും ഹോട്ടലിൽ നിന്ന് വാങ്ങിച്ച് തരാൻ പറ, അമ്മ പോവാ, കുഞ്ഞിനെ കൊണ്ടാക്കിയിട്ട് വരട്ടെ, അമ്മ വേഗം ആ സ്റ്റാൻഡിലോട്ടൊന്ന് കൊണ്ടുവിട്ടെ എന്ന് പറഞ്ഞു. അമ്മ എന്തെങ്കിലും കഴിച്ചിട്ട് പോകുന്ന അവൻ പറഞ്ഞു. ഇല്ല മോനെ, ഒരു തുള്ളി വെള്ളം പോലും അമ്മയ്ക്ക് ഇറങ്ങത്തില്ല. എൻ്റെ കുഞ്ഞൊന്നും കഴിക്കാതാ പോയത്. പെട്ടെന്ന് തന്നെ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി. മോൻ എന്നെ പന്തളം ബസ് സ്റ്റാൻഡിൽ കൊണ്ടുവിട്ട്. ചെന്ന ഉടനെ ഒരു തൃശ്ശൂർ സൂപ്പർ ഫാസ്റ്റ് കിട്ടി. ചാലക്കുടിക്ക് ടിക്കറ്റ് എടുത്ത്. എൻ്റെ കുഞ്ഞിനെ അങ്ങനെ അനാഥനാക്കി വിടാൻ പറ്റില്ലല്ലോ. അവനെ അവിടെ കൊണ്ട് ഏൽപ്പിച്ച് അവൻ സുരക്ഷിതനാണെന്ന് ഉറപ്പ് വരുത്തണ്ടേ. ഇത് ഇത്രയേറെ മനസ്സ് തകർക്കുന്നൊരു സംഭവമാണെന്ന് ആ അവസ്ഥ നേരിട്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇത്ര തകർന്നു പോയൊരു സിറ്റുവേഷനില്ല. എത്രയും പെട്ടെന്ന് വണ്ടി ചാലക്കുടിയിലെത്തിയാൽ മതിയായിരുന്നു. എൻ്റെ കുഞ്ഞിപ്പോൾ ചങ്ക് തകർന്നിരിക്കുകയാവും. അമ്മ അവനെ പൂർണ്ണമായി ഉപേക്ഷിച്ചെന്ന് എൻ്റെ കുഞ്ഞിന് തോന്നിക്കാണുമോ? എൻ്റെ കുഞ്ഞിന് വിശക്കുന്നുണ്ടാവുമോ? ചിന്തകൾ അങ്ങനെ കാട് കയറി എൻ്റെ തല പൊട്ടിപ്പോകുന്ന വേദന. ഇടയ്ക്കിടെ ഞാൻ ഡിമോറക്കാരെ വിളിച്ചുകൊണ്ടേയിരുന്നു. എൻ്റെ കുഞ്ഞ് കരയുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല, കുഴപ്പമൊന്നുമില്ലെന്ന് അവർ പറയുന്നുണ്ട്. എന്നാലും എനിക്കറിയാം അവൻ പേടിച്ച് ഭയന്നിരിക്കുകയാണെന്ന്. പലതവണ അവരെ വിളിച്ചപ്പോൾ അവർക്ക് ദേഷ്യം വന്ന് കാണും. ചേച്ചി, ഞങ്ങളിനി അവിടെ എത്തിയിട്ട് അങ്ങോട്ട് വിളിച്ചോളാം എന്ന് പറഞ്ഞവർ. 12 മണി ആയപ്പോൾ അവർ അങ്ങ് എത്തി. അവനെ കൈമാറി എന്നും പറഞ്ഞ് വിളിച്ചു. ഞാനാണെങ്കിൽ ആ സമയം വരെയും വേണ്ടിയിരുന്നില്ല, ഒന്നും വേണ്ടായിരുന്നു എന്നൊരു തോന്നലിലായിപ്പോയി. എൻ്റെ കുഞ്ഞ് കൈയെത്തും ദൂരെ നിന്ന് പോയി കഴിഞ്ഞല്ലോ. വണ്ടിയിലെടുത്ത് വെച്ചപ്പോൾ തന്നെ എൻ്റെ നോട്ടം കണ്ടപ്പോൾ തിരികെ കൊണ്ടുപോരേണ്ടതായിരുന്നു. എൻ്റെ കുഞ്ഞങ്ങനെ ഷെൽട്ടറിലെത്തി. സമാധാനമായെന്ന് വിചാരിക്കേണ്ട, ഇനിയുമായിരുന്നു സങ്കടങ്ങൾ പെരുമഴ പോലെ വരാനിരുന്നത്. അതടുത്ത ഭാഗത്തിൽ പറയാം കേട്ടോ. എനിക്ക് എഡിറ്റ് ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം വോയിസ് കൊടുക്കുമ്പോൾ എനിക്ക് അന്നത്തെ ആ ഒരു സങ്കടം ഇപ്പോഴും അതേ പടിയിൽ നിലനിൽക്കുകയാണ്. ഭയങ്കര കുറ്റബോധമാണ് അവനെ അന്ന് കൊണ്ടുപോയത്. അത് കാരണം സൗണ്ടൊന്നും അങ്ങോട്ട് ക്ലിയർ ആവുന്നില്ലായിരുന്നു. അതുകൊണ്ടാണ് താമസിച്ചത്.